മറ്റ് അഭിവന്ദ്യ പിതാക്കന്മാരെ പിതാവിന് അനുമോദനം നൽകുവാനായിട്ട് പ്രത്യേകം ക്ഷണിക്കുന്നു. പ്രഖ്യാപനത്തിന്റെ കൂടുതൽ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. സജോ ദേവസ്യ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സജോ, 102 വർഷം പിന്നിട്ടിരിക്കുന്ന കോഴിക്കോട് രൂപതയെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള നിമിഷം. മാത്രമല്ല, മലബാറിലെ ലത്തീൻ സഭയ്ക്ക് കിട്ടുന്ന വലിയ ബഹുമതി. അങ്ങനെ കോഴിക്കോട് രൂപത അതിരൂപതയായി മാറുന്നു, ഉയർത്തപ്പെടുന്നു. വർഗീസ് ചക്കാലക്കൽ ഇനി ആർച്ച് ബിഷപ്പ് അല്ലേ? റോഷ്നി, മലബാറിലെ ലത്തീൻ സമുദായത്തിന്റെ കത്തോലിക്ക സമൂഹത്തിന്റെ ഒക്കെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരു ചരിത്ര മുഹൂർത്തം എന്ന് വിലയിരുത്താൻ കഴിയുന്ന ഒരു സന്ദർഭമാണ്. കാരണം ഒരു നൂറ്റാണ്ടത്തെ ചരിത്രം കോഴിക്കോട് രൂപതയ്ക്ക് യഥാർത്ഥത്തിലുണ്ട്. മലബാറിലെ മിഷണറി പ്രവർത്തനങ്ങളുടെ കേന്ദ്രം എന്നത് കോഴിക്കോട് രൂപത കേന്ദ്രീകരിച്ചാണ് നടന്നിരുന്നത്. പക്ഷേ അതിരൂപത അല്ലെങ്കിൽ ഭരണപരമായ നിയന്ത്രണം എന്നത് എറണാകുളം കേന്ദ്രീകരിച്ചാണ്, അഥവാ വരാപ്പുഴ കേന്ദ്രീകരിച്ചായിരുന്നു നടന്നിരുന്നത്. അതിനപ്പുറത്തേക്ക് രൂപതകളും മറ്റും സ്ഥാപിക്കപ്പെട്ടപ്പോൾ പോലും കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രാദേശികമായ കൂടുതൽ സാധ്യതകൾ അവിടെ രൂപപ്പെട്ടിരുന്നില്ല. പക്ഷേ വത്തിക്കാൻ പുതിയൊരു തീരുമാനമെടുക്കുന്നു. കോഴിക്കോട് രൂപത ഇത്തരം കണ്ണൂർ സുൽത്താൻപേട്ട് രൂപതകൾ കൂടി മാതൃ രൂപതയായി മാറും വിധം അതിരൂപതയായി ഉയർത്തപ്പെടുന്നു. അതായത് കുറെ കൂടി വിശാലമായ ഭരണപരമായ സാധ്യത, പ്രേക്ഷിത പ്രവർത്തന സാധ്യത, അല്ലെങ്കിൽ വിശ്വാസികളെയും സഭയെയും സംബന്ധിച്ചിടത്തോളം കുറെ കൂടി ഉയർന്ന പ്രവർത്തന സാധ്യതയൊക്കെ ലഭ്യമാവുകയാണ്. കാരണം കേരളത്തിലെ ലത്തീൻ സഭയുടെ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ റോമൻ റൈറ്റിന്റെ അല്ലെങ്കിൽ ലാറ്റിൻ റൈറ്റിന്റെ ഒക്കെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ എറണാകുളവും തിരുവനന്തപുരവും ഒക്കെ കേന്ദ്രീകരിച്ചാണ് എല്ലാ കാലവും ആ സഭ നിലനിന്നിരുന്നത്. അതിനപ്പുറത്തേക്ക് വിശാലമായ മലബാർ പ്രദേശത്തേക്ക് കുടിയേറ്റം നടന്നു. അതുകൂടാതെ പ്രേക്ഷിത പ്രവർത്തനം അടക്കം നടന്നു, മിഷണറി പ്രവർത്തനവും നടന്നു. ആ കാലങ്ങളിൽ ഒക്കെയും കേന്ദ്രീകൃത അല്ലെങ്കിൽ കോഴിക്കോട് രൂപത ഇത്രയും കാലത്തെ ചരിത്രമുണ്ടെങ്കിൽ പോലും വിശാലമായ ഒരു ഭരണ പ്രവിശ്യയായി രൂപപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. വത്തിക്കാൻ പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു അംഗീകാരം നൽകുന്നു. ഇനി മുതൽ കോഴിക്കോട് രൂപത അതിരൂപതയാകും. കോഴിക്കോട് തന്നെ കേന്ദ്രീകരിച്ച് മലബാറിലെ പ്രവർത്തനങ്ങൾ കോഴിക്കോട് തന്നെ കേന്ദ്രീകരിക്കപ്പെടും വിധം ഇനി പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്നതാണ് ഇതിലെ ശ്രദ്ധേയമായ കാര്യം. കാരണം മലബാർ പ്രദേശത്ത് സഭ വിവിധ കേന്ദ്രങ്ങളിലായി പലപ്പോഴും ചിതറിക്കിടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഭരണപരമായതും അജപാലന ദൗത്യത്തിലുമൊക്കെ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ പക്ഷേ അത്തരമൊരു പ്രതിസന്ധി ഇല്ലെങ്കിലും കൂടുതൽ ഉയർച്ചയിലേക്ക് പോവുകയാണ്. മാഹിയിൽ ബസിലിക്കയടക്കം അങ്ങനെ കണ്ണൂർ രൂപത 98-ൽ സ്ഥാപിക്കപ്പെട്ടു. 99-ൽ അതിൻ്റെ പ്രഥമ അധ്യക്ഷനായി ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ അഭിഷിക്തനാകുന്നു ബിഷപ്പ് പദവിയിലേക്ക്. തുടർന്ന് അദ്ദേഹം 2012-ൽ അന്നത്തെ കോഴിക്കോട് രൂപതയുടെ അധ്യക്ഷനായിരുന്ന ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ വരാപ്പുഴ അതിരൂപത അദ്ദേഹം വത്തിക്കാനിലേക്ക് പോവുകയാണ്. വത്തിക്കാനിലെ പൊന്തിഫിക്കൽ കൗൺസിലിലേക്ക് പോകുന്നു. പിന്നീട് അദ്ദേഹം വരാപ്പുഴയിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം വത്തിക്കാനിലേക്ക് പോയ ഘട്ടത്തിൽ ഒഴിവ് വരുന്നത്. ആ ഘട്ടത്തിൽ കണ്ണൂർ രൂപതയുടെ അധ്യക്ഷനായിരുന്ന വർഗീസ് ചക്കാലക്കൽ കോഴിക്കോട് രൂപതയുടെ അധ്യക്ഷ പദവിയിലേക്ക് നിയോഗിക്കപ്പെടുകയായിരുന്നു. പിന്നീട് കോഴിക്കോട് രൂപതയെ അദ്ദേഹം വളരെ ശക്തിയായി നയിച്ചു. തുടർന്നാണ് ഇപ്പോൾ വത്തിക്കാനോട് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇനി മുതൽ കോഴിക്കോട് രൂപത അതിരൂപതയാണ്. കണ്ണൂർ സുൽത്താൻപേട്ട് രൂപതകൾ സാമന്ത രൂപതകളായി അല്ലെങ്കിൽ ആ മാതൃ രൂപതയുടെ കീഴിലുള്ള രൂപതകളായി തുടരും. അതായത് ഈ വിശാലമായ ഭൂപ്രദേശത്തെ ഇനി കോഴിക്കോട് നിന്ന് തന്നെ ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ നിയന്ത്രിക്കാം എന്നതാണ്. അദ്ദേഹം ആർച്ച് ബിഷപ്പ് പദവിയിലേക്ക് കൂടി ഉയർത്തപ്പെടുന്നു. അദ്ദേഹത്തിന് ലഭ്യമാകുന്ന പദവി, അതിരൂപതയ്ക്ക് ലഭ്യമാകുന്ന കോഴിക്കോട് രൂപതയ്ക്ക് ലഭ്യമാകുന്ന അംഗീകാരം എന്നിവയെല്ലാം മലബാറിലെ ക്രൈസ്തവ സമൂഹത്തിന്, കത്തോലിക്ക സമൂഹത്തിന്, വിശിഷ്യ ലത്തീൻ സമൂഹത്തിന് വലിയ നേട്ടവും അംഗീകാരവുമായി കൂടി വിലയിരുത്തണം. ഇനി ഭരണപരമായ കാര്യങ്ങളിൽ ഉൾപ്പെടെ അതിരൂപത എന്ന നിലയ്ക്ക് കൂടുതൽ വിശാലമായി പ്രവർത്തിക്കാനും ആ മേഖല കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സാധ്യതകളും തുറക്കുകയാണ്. ആ രൂപതയുടെ പ്രവർത്തനങ്ങളെ ഒപ്പം കോഴിക്കോട് കേന്ദ്രീകരിച്ച്